തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശികളായ ലിതിൻ, അരുൺകുമാർ, കോവളം സ്വദേശി കുമാരൻ എന്നിവരെയാണ് ഇന്ന് പുലർച്ചെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2 വർഷത്തോളമായി സെൻസർ ബോർഡ് ഓഫീസിൽ താൽക്കാലിക ജോലി ചെയ്തിരുന്ന ഇവർ ആഴ്ചകൾക്ക് മുമ്പ് ജോലി ഉപേക്ഷിച്ചിരുന്നു. സെൻസർ ബോർഡിൽ സമർപ്പിക്കുന്ന ഡിവിഡികളുടെ വ്യക്തത പരിശോധിച്ചിരുന്നത് അരുൺകുമാറായിരുന്നു. ഇതിനായി ലഭിച്ച ഡിവിഡി ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്ത ശേഷം പെൻഡ്രൈവിലാക്കി അരുൺകുമാർ പുറത്തു കൊണ്ടുപോവുകയായിരുന്നു. ഈ കോപ്പിയാണ് നിരവധി പേർ വഴി കൈമാറി കൊല്ലം സ്വദേശിയായ +2 വിദ്യാർത്ഥിയിൽ എത്തിയത്. അരുൺകുമാറിന് ചിത്രം പകർത്താനുള്ള ഒത്താശ ചെയ്തു കൊടുത്തു എന്നതാണ് മറ്റ് 2 പേർക്കുമെതിരായ കുറ്റം. ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. These three were the main persons who were behind the leaking of the movie before release, and early morning at around 4:30 we were able to arrest them and apprehend them. They have confessed also what they have did. We have recovered some vital source of evidence also. ചിത്രം ചോർന്നതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് 24ാമത്തെ ദിവസമാണ് പ്രതികളെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. സിനിമയുടെ അണിയറ പ്രവർത്തകരടക്കം 100ലധികം പേരെ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ സെൻസർ ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കോ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കോ സിനിമ ചോർന്ന സംഭവത്തിൽ പങ്കില്ലെന്നും പോലീസ് പറയുന്നു. സുനിൽ ഐസക്, മീഡിയ 1, തിരുവനന്തപുരം.